പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നല്ലൊരു ഗവൺമെന്റ് ജോലി നേടാൻ കുറെ നാളുകൊണ്ടേ ആഗ്രഹിക്കുന്നു. പലതവണ പരീക്ഷ എഴുതുമ്പോഴും നിങ്ങൾ ഔട്ടാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? കുറെ നിരാശയുമായി നിൽക്കുകയാണ്. അതിനൊക്കെ പ്രധാന ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ നേതൃത്വത്തിൽ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുകയാണ്. PSCയുടെ അടിസ്ഥാനം തൊട്ട് എങ്ങനെ പഠിച്ചു തുടങ്ങാം, ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാം എന്നുള്ള രീതിയിൽ എന്നാൽ കഴിയുന്ന സപ്പോർട്ടോടുകൂടി ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആരംഭിക്കുകയാണ്. അതിൽ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അതിലൊരു സ്കോളർഷിപ്പ് എക്സാം കൂടി നടത്തുകയാണ്. ആദ്യത്തെ സ്കോളർഷിപ്പ് എക്സാമിൽ ആദ്യ 3 റാങ്കുകാർക്ക് എന്റെ ബാച്ചിലേക്ക് സൗജന്യമായിട്ട് കയറാം. പിന്നെ തുടർന്ന് വരുന്ന 4 മുതൽ 100 വരെ റാങ്ക് കിട്ടുന്നവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നേടാവുന്നതാണ്. പിന്നെ ഈ സ്കോളർഷിപ്പ് എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. വാരി വലിച്ച് എല്ലാം പഠിക്കേണ്ട. ഞാൻ കുറച്ച് ടോപ്പിക്ക് തരും. അത് നിങ്ങൾക്ക് അതിന്റെ നോട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് തരും. അതിൽ നിന്നുള്ള സെലക്ട് ചെയ്തുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് വരുന്ന അനുസരിച്ച് എന്റെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. എന്നാൽ കഴിയുന്ന സപ്പോർട്ടോടുകൂടി നമുക്ക് ആ ഫൗണ്ടേഷൻ ബാച്ചിൽ പഠിച്ച് നിങ്ങൾക്ക് ആഗ്രഹിച്ച നിങ്ങളുടെ ജോലി നേടാവുന്നതാണ്. ഈ സ്കോളർഷിപ്പ് എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. 10 വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്കുമായി വരുന്നത്. ഈ പഠിത്തം നിങ്ങൾക്ക് മറ്റു പരീക്ഷകൾക്കും പ്രയോജനപ്പെടും. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു 10 ടോപ്പിക്കാണ് തന്നിരിക്കുന്നത്. അതിന്റെ നോട്ടും നിങ്ങൾക്ക് താഴെ അവൈലബിൾ ആണ്. ആ പ്രധാനപ്പെട്ട 10 ടോപ്പിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. ആ 10 ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ആദ്യത്തെ പഠിച്ചുകൊണ്ട് വരേണ്ടത് ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ചാണ്. രണ്ടാമത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ടത് മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. മൂന്നാമത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ടത് കേരളത്തിലെ പ്രധാനപ്പെട്ട 3 നദികൾ, അതായത് ഭാരതപ്പുഴ, പമ്പ, പെരിയാർ, ഇതിനെ 3നെ കുറിച്ചും പഠിച്ചിട്ട് വരിക. നാലാമത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരേണ്ടത് മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചിട്ട് വരിക. അഞ്ചാമത് നിങ്ങൾ പഠിച്ചിട്ട് വരേണ്ടത് 1857 വിപ്ലവത്തെ കുറിച്ചൊന്ന് പഠിച്ചിട്ട് വരിക. അടുത്ത 5 ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. 6ാമത്തെ ടോപ്പിക്കായിട്ട് ഞാൻ പറയുന്നത് പ്രകാശ പ്രതിഭാസങ്ങൾ. 7ാമത്തെ ടോപ്പിക്ക് കരൾ. 8ാമത്തെ ടോപ്പിക് കേരളത്തിലെ പ്രധാനപ്പെട്ട നവോത്ഥാന സംഘടനകൾ, സ്ഥാപകർ, വർഷങ്ങൾ മാത്രം മതിയെ. 9ാമത്തെ ടോപ്പിക്ക് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ. 10ാമത്തെ ടോപ്പിക്ക് 2024 നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെ, ഏത് വിഷയങ്ങൾക്ക്. ഈ ഒരു 10 കൊച്ചു ടോപ്പിക്കാണ്. ഇതിന്റെ നോട്ടും താഴെ അവൈലബിൾ ആണ്. നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. പിന്നെ പരീക്ഷ കൃത്യമായിട്ട് ഈ വരുന്ന ഫെബ്രുവരി 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിന്റെ നോട്ട് താഴെ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ട് എടുക്കുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തവർക്ക് അവർക്ക് നോട്ട് അയച്ചു തരുന്നതായിരിക്കും. പരീക്ഷയുടെ ലിങ്കും ഇട്ട് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും അത് എഴുതുക. എന്നാൽ കഴിയുന്ന സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക്, നിങ്ങൾ മുമ്പിലോട്ട് വരുന്ന പരീക്ഷകൾക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് അടിസ്ഥാനം തൊട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ 10th ലെവൽ ഫൗണ്ടേഷൻ ബാച്ചിലേക്കുള്ള ഈ സ്കോളർഷിപ്പിൽ പറ്റുന്നവരെല്ലാം മാക്സിമം എഴുതി നോക്കുക. എന്നാൽ കഴിയുന്ന സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടിത്തരാൻ. ഓക്കെ.